ഒക്ടോബർ 6 വിശുദ്ധ ബ്രൂണോ. 1030 മുതൽ 1101 വരെ കാലഘട്ടം. ഫ്രാൻസിലെ റീംസിൽ തിയോളജി പഠിക്കാൻ എത്തും വരെയുള്ള കാലത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല വിശുദ്ധ ബ്രൂണോയുടെ ജീവിതത്തെക്കുറിച്ച്. ജർമ്മനിയിലെ ഹാർട്ടൻഫൗസ്റ്റ് സിറ്റിയിലെ അറിയപ്പെടുന്ന കുലീന കുടുംബത്തിലാണ് ബ്രൂണോ ജനിച്ചത്. ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും മഹത്വം എന്ന് വിളിക്കപ്പെടത്തക്ക വിധം ബ്രൂണോ പണ്ഡിതനായിരുന്നു, ദൈവഭക്തനുമായിരുന്നു. റീംസിലെ മെത്രാൻ്റെ വക ഒരു വിദ്യാലയത്തിൽ അദ്ദേഹം കുറേ നാൾ പഠിച്ചിരുന്നു. അക്കാലത്ത് ബ്രൂണോ റീംസ് രൂപതയുടെ താങ്ങായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഫ്രാൻസിൽ നിന്നും തിരികെ ജർമ്മനിയിലെത്തിയ വിശുദ്ധൻ 1055 വൈദികനായി. 1056 ബിഷപ്പ് ജർവായിസ് ആവശ്യപ്പെട്ട പ്രകാരം റീംസിൽ തിരികെ ചെന്ന് രൂപതയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. 7-ാം ഗ്രിഗോറിയസ് മാർപ്പാപ്പയുടെ താൽപ്പര്യമനുസരിച്ച് വൈദികരുടെ വിശുദ്ധീകരണത്തിനായി അദ്ദേഹം അധ്വാനിച്ചുകൊണ്ടിരുന്നു. 1057 മുതൽ 1075 വരെ 18 വർഷം തൻ്റെ ഉത്തരവാദിത്വം വിശ്വസ്തയോടെ പൂർത്തിയാക്കുമ്പോൾ അനേകം പ്രശസ്തരായ വൈദികർ, ബിഷപ്പുമാർ, കർദിനാൾമാർ, ആബട്ടുമാർ, അങ്ങനെ അനേകം പേർ ശിഷ്യഗണത്തിൽ പങ്കാളികളായെത്തി. അവരിൽ ഒരാളാണ് ഉർബൻ 2-ാമൻ പാപ്പ. ശിഷ്യൻ മാർപ്പാപ്പയായപ്പോൾ ഗുരുവായ ഫാദർ ബ്രൂണോ പാപ്പായുടെ പാദങ്ങളിൽ വീണ് ആശീർവാദം സ്വീകരിക്കുന്ന ചിത്രം ഏവരുടെയും ഹൃദയം കവരുന്നതാണ്. മാർപ്പാപ്പയുടെ പരമാധികാരത്തെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന സമകാലികർക്ക് മാതൃകയാണ് വിശുദ്ധ ബ്രൂണോയുടെ ഈ എളിമയും വിനയവും തങ്ങളുടെ കൗദാശക ജീവിതത്തിൻ്റെ അടിസ്ഥാനവും എന്തെന്നുള്ള ബോധ്യത്തിലേക്ക് നയിക്കുന്ന ഈ ചിത്രം. അക്കാലത്ത് താൻ ഏകാന്തതയിലും പ്രാർത്ഥനയിലും ജീവിക്കുന്നതായി ബ്രൂണോ ഒരു സ്വപ്നം കണ്ടു. ലാൻഡ് വിൻ, സ്റ്റീഫൻ തുടങ്ങിയ കൂട്ടുകാരോടുകൂടി 1048 ഗ്രനോബിളിൽ പോയി അവിടുത്തെ ബിഷപ്പ് വിശുദ്ധ ഹ്യൂഗിനോട് അദ്ദേഹത്തിൻ്റെ രൂപതയിൽ ഒരു വിജന പ്രദേശത്ത് അധ്വാനത്തിലും പ്രാർത്ഥനയിലും ജീവിക്കുവാൻ കുറേ സ്ഥലം വിട്ടുകൊടുക്കുവാൻ അഭ്യർത്ഥിച്ചു. പുണ്യവാനായ മെത്രാൻ ചാർത്രൂസ് എന്ന വിജന പ്രദേശം അവർക്ക് ദാനം ചെയ്തു. അതാണ് കർത്തൂസിൻ സഭയുടെ ആരംഭം. സഭയുടെ നാമം ഈ സ്ഥലത്തിൻ്റെ പേരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ബ്രൂണോ അവിടെ ഒരു പ്രാർത്ഥനാലയം നിർമ്മിച്ചു. ഓരോ സന്യാസിക്കും വെവ്വേറെ കൊച്ചുമുറികളുണ്ടാക്കി. കാലത്തും വൈകുന്നേരവും കാനോന നമസ്കാരത്തിന് മാത്രം അവർ ഒരുമിച്ച് കൂടിയിരുന്നു. ശേഷം സമയമെല്ലാം ഏകാന്തമായ പ്രാർത്ഥനയും അധ്വാനവും മാത്രം. പ്രധാന തിരുനാളുകളിൽ ഒരുമിച്ച് ഭക്ഷിച്ചിരുന്നു. പുരാതന കയ്യെഴുത്ത് പ്രതികൾ പകർത്തുകയായിരുന്നു അവരുടെ പ്രധാന ജോലി. സങ്കീർത്തനങ്ങൾക്കും വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾക്കും അടിക്കുറിപ്പുകൾ നൽകുകയും വിവർത്തനം നൽകുകയും ചെയ്തത് വിശുദ്ധ ബ്രൂണോയും കർത്തൂസിൻ സഭയിൽ നിന്നുള്ള പ്രധാനികളും ചേർന്നാണ്. 6 കൊല്ലത്തിന് ശേഷം ഫാദർ ബ്രൂണോയുടെ വിശുദ്ധിയെപ്പറ്റി കേട്ട ഉർബൻ 2-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ റോമായിലേക്ക് വിളിച്ചു. ചാർത്രൂസിൽ എന്ന പോലെ റോമായിലും ബ്രൂണോ വിശുദ്ധ ജീവിതം നയിച്ചു. എങ്കിലും നഗരത്തിലെ ബഹളങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏകാന്തതയെ ഭഞ്ജിച്ചിരുന്നു. പല സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് അവസാനം അദ്ദേഹം നഗരം വിട്ടുപോകാൻ അനുവാദം വാങ്ങി കലാബ്രിയയിലേക്ക് മടങ്ങി. കഠിനമായ ജീവിതനിഷ്ഠയാണ് കാർത്തൂസിൻ സഭയുടേതെങ്കിലും അദ്ദേഹം തൻ്റെ സേവനം സഭയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരുന്നു. 71-ാമത്തെ വയസ്സിൽ 1101 അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങി. 1623 ഫെബ്രുവരി 17-ാം തീയതി ഗ്രിഗറി 15-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. വചനം 1 തിമോത്തിയോസ് 4-ാം അധ്യായം 12-ാം വാക്യം. ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാക്കരുത്. വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. വിചിന്തനം. ഒരറിവും ചെറുതല്ല. നാം നേടിയ അറിവുകൾ നമ്മിൽ ശക്തി പ്രാപിക്കുന്നത് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ്. വിശുദ്ധ ബ്രൂണോ തൻ്റെ ജീവിതത്തിൻ്റെ
മധ്യകാലഘട്ടത്തിലാണ് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കടന്നു വന്നതെന്ന് അനുമാനിക്കുന്നു. അക്കാലങ്ങളിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമാണ് ആ വിദ്യാഭ്യാസത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് പോയപ്പോഴും റീംസിൻ്റെ മെത്രാൻ അദ്ദേഹത്തെ തിരികെ വിളിക്കുകയും പഠിച്ച കോളേജിൻ്റെ ചാൻസലറാക്കുവാൻ തക്കവിധം ഉയർച്ച നേടുവാൻ ഇടയായിത്തീർന്നതും. അതിനുശേഷം മാർപ്പാപ്പയുടെ ആശീർവാദത്തോടുകൂടി അദ്ദേഹം സമൂഹത്തെ മുന്നോട്ട് നയിക്കുകയും അനേകം പ്രശസ്തരെ രൂപപ്പെടുത്തുകയും ചെയ്തു. ഇതെല്ലാം ദൈവിക പ്രവൃത്തിയാണ്. ഒന്ന് മാത്രമേ വേണ്ടൂ, വിശ്വസ്തയോടുകൂടി ദൈവത്തെ സേവിക്കുന്നത് പോലെ ഈ സമൂഹത്തെ സേവിക്കുക മാത്രം.